ക്ലാസിഫിക്കേഷൻ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് വരുന്ന അടുത്തൊരു മെത്തേഡ് ആയിരുന്നു ന്യൂറൽ നെറ്റ്വർക്ക്. നമ്മൾ ഡിക്ഷണറി ട്രീ പഠിച്ചായിരുന്നു, ഈക്വൽ റൂട്ട്സ് പഠിച്ചായിരുന്നു. അപ്പൊ അതുപോലെയൊക്കെ വരുന്ന ഒരു ടെക്നിക്കാണ് ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ ന്യൂറൽ നെറ്റ്വർക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അൽഗോരിതമാണ് ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഒരു ആദ്യമേ എന്താന്ന് പറഞ്ഞാല് ന്യൂറൽ നെറ്റ്വർക്ക് എന്താന്നുള്ള കാര്യം ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഓർക്കുക. എന്താ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാല്? ന്യൂറൽ നെറ്റ്വർക്ക് ഈസ് എ സെറ്റ് ഓഫ് കണക്റ്റഡ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് യൂണിറ്റ്സ് ഇൻ വിച്ച് ഈച്ച് കണക്ഷൻ ഹാസ് എ വെയിറ്റഡ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. അതായത് കുറേയധികം ഇൻപുട്ട് യൂണിറ്റുകളും ഔട്ട്പുട്ട് യൂണിറ്റുകളും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിരിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻപുട്ട് യൂണിറ്റുകളും ഔട്ട്പുട്ട് യൂണിറ്റുകളും കണക്ട് ചെയ്തിരിക്കുന്ന ഒരു നെറ്റ്വർക്കിന് പറയുന്ന പേരാണ് ന്യൂറൽ നെറ്റ്വർക്ക്. ന്യൂറൽ നെറ്റ്വർക്കിനകത്ത് തന്നെ ഒരുപാട് ടൈപ്സ് വരുന്നുണ്ട്. അതിനകത്ത് ഒരു വേരിയേഷൻ ആണ് മൾട്ടി ലെയർ ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്ക്. ഈ മൾട്ടി ലെയർ ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്കിൽ ക്ലാസിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അൽഗോരിതമാണ് ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ. ഇനി മൾട്ടി ലെയർ ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ആ നെറ്റ്വർക്കിന് ഒരു ഇൻപുട്ട് ലെയർ കാണും, ഒരു ഔട്ട്പുട്ട് ലെയർ കാണും, ഒന്നോ അതിലധികമോ ഹിഡൻ ലെയേഴ്സ് കാണും. ഈ ഇൻപുട്ട് ലെയറിനും ഔട്ട്പുട്ട് ലെയറിനും ഇടയ്ക്ക് വരുന്ന ലെയർ ആണ് ഹിഡൻ ലെയർ എന്ന് പറഞ്ഞാൽ. അതുപോലെ ഇൻപുട്ട് ലെയറിനകത്ത് വരുന്ന യൂണിറ്റ്സിന് പറയുന്ന പേരാണ് ഇൻപുട്ട് യൂണിറ്റ്സ്. അതുപോലെ ഹിഡൻ ലെയറിനകത്ത് വരുന്നതും ഔട്ട്പുട്ട് ലെയറിനകത്ത് വരുന്ന യൂണിറ്റ്സിന് പറയുന്ന പേരാണ് ഔട്ട്പുട്ട് യൂണിറ്റ്സ് അല്ലെങ്കിൽ ന്യൂറോൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഒരു ന്യൂറൽ നെറ്റ്വർക്ക് അല്ലെങ്കിൽ മൾട്ടി ലെയർ ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്ക് ആണ് ഈ തന്നിരിക്കുന്നത്. ഇതിനകത്ത് ഇതാണ് ഇൻപുട്ട് ലെയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് ഔട്ട്പുട്ട് ലെയറും ഈ ഇടയ്ക്ക് തന്നിരിക്കുന്നതാണ് ഹിഡൻ ലെയേഴ്സും. ഈ ഇൻപുട്ട് ലെയറിനകത്ത് വരുന്ന ഓരോ നോഡിനും പറയുന്ന പേരാണ് യൂണിറ്റുകൾ. ഇൻപുട്ട് ലെയറിനകത്ത് വരുന്നതുകൊണ്ട് നമ്മൾ ഇൻപുട്ട് യൂണിറ്റ് എന്നും പറയുന്നു. ഹിഡൻ ലെയറിനകത്താണ് വരുന്നതെങ്കിൽ ഒന്നെങ്കിൽ ന്യൂറോൺസ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഹിഡൻ ലെയറിന്റെ യൂണിറ്റ്സ് എന്ന് പറയുന്നു. ഇനി ഔട്ട്പുട്ട് ലെയറിനകത്താണ് വരുന്നതെങ്കിൽ ഔട്ട്പുട്ട് ലെയറിന്റെ യൂണിറ്റ്സ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ന്യൂറോൺസ് എന്ന് പറയുന്നു. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ട് വരുന്ന ഒരു മൾട്ടി ലെയർ ഫീഡ് ഫോർവേഡിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാല്. അപ്പൊ ഇതിനകത്ത് നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ കണ്ടുപിടിക്കുന്നതെന്നാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതിനു വേണ്ടിയുള്ള അൽഗോരിതമാണ് ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാല്. അപ്പൊ ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാല് ക്ലാസിഫിക്കേഷൻ കണ്ടുപിടിക്കാനാന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ കൈവശം ട്രെയിനിങ് സെറ്റ് ഉണ്ട്. ട്രെയിനിങ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ക്ലാസ് ലേബൽസ് അറിയാവുന്ന കുറച്ച് ഡേറ്റയാണ് ട്രെയിനിങ് സെറ്റ് എന്ന് പറയുന്നത്. ആ ട്രെയിനിങ് സെറ്റ് വെച്ചിട്ട് നമ്മൾ റാൻഡമായിട്ട് ഒരു ടപ്പിൾ എടുത്താൽ ആ ടപ്പിള് കറക്റ്റ് ആയിട്ടുള്ള ക്ലാസ്സിലാണോ വരുന്നത് അല്ലേ എന്നുള്ള കാര്യം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുകയാണ് ബാക്ക് പ്രൊപ്പഗേഷൻ വഴി ചെയ്യുന്നത്. നമ്മൾ റാൻഡമായിട്ട് ഒരു ടപ്പിൾ ചൂസ് ചെയ്താൽ ആ ടപ്പിള് അതിന്റെ ഒറിജിനൽ ആയിട്ടുള്ള ക്ലാസ് ലേബലിലാണോ വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഈ ന്യൂറൽ നെറ്റ്വർക്ക് വെച്ച് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ക്ലാസ്സിലാണോ വരുന്നത് അല്ലയോ എന്നുള്ള കാര്യം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുകയാണ് ബാക്ക് പ്രൊപ്പഗേഷൻ വഴി ചെയ്യുന്നത്. അപ്പം ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ കൈവശമുള്ള ഡേറ്റാനെ നമ്മൾ ഈ ഇൻപുട്ട് ലെയറിലോട്ട് കൊടുക്കും. അതായത് ഇൻപുട്ട് ലെയറിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൈവശമുള്ള ഡേറ്റയുടെ ആട്രിബ്യൂട്ട്സിന്റെ വാല്യൂസ് ആണ് ഈ ഇൻപുട്ട് ലെയറിനകത്ത് വരുന്നത്. ഇനി ഈ ലെയറിന്റെ ഔട്ട്പുട്ട് ആണ് ഹിഡൻ ലെയറിന് ഇൻപുട്ട് ആയിട്ട് വരുന്നത്. ഇൻപുട്ട് ലെയറിന്റെ ഔട്ട്പുട്ട് ആണ് ഹിഡൻ ലെയറിന് ഇൻപുട്ട് ആയിട്ട് വരുന്നത്. ഇനി ഹിഡൻ ലെയറിന്റെ ഔട്ട്പുട്ട് ആണ് ഔട്ട്പുട്ട് ലെയറിന് ഇൻപുട്ട് ആയിട്ട് വരുന്നത്. ഈ ഔട്ട്പുട്ട് ലെയർ എന്ന് പറഞ്ഞാല് ക്ലാസ് ലേബൽസ് ആണ്. നമ്മൾ കൊടുക്കുന്ന ആട്രിബ്യൂട്ട്സിനനുസരിച്ചുള്ള ടപ്പിള് ഇതിനകത്ത് ഏത് ക്ലാസ്സിനകത്താണ് വരുന്നതെന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ് ഈ ഔട്ട്പുട്ട് ലെയറിനകത്തെ ഔട്ട്പുട്ട് യൂണിറ്റ്സ്. ഇനി നമ്മൾ ഇൻപുട്ട് ലെയറിനകത്ത് ഇൻപുട്ട് കൊടുത്തു, അതായത് ട്രെയിനിങ് ഡേറ്റയ്ക്കകത്ത് ടപ്പിൾ കൊടുത്തു. അത് ഔട്ട്പുട്ട് ലെയറിൽ കൂടെ പാസ് ചെയ്തു പോയി. ഇത് കാണിക്കുന്നത് ഓരോ പാത്തുകളാണ്. ഓരോ നോഡിൽ നിന്നും മറ്റൊരു യൂണിറ്റിലേക്കുള്ള പാത്താണ്. ഈ പാത്തിനൊരു വെയിറ്റും ഉണ്ടായിരിക്കും. ഇനി ഈ ഹിഡൻ ലെയറിൽ എത്തിയ ഇൻപുട്ടുകൾ എങ്ങോട്ട് പോയി? ഔട്ട്പുട്ടിനകത്ത് ചെന്നു. ഇപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂവിനനുസരിച്ച് ഏതെങ്കിലും ഒരു ക്ലാസ് ലേബലിനകത്ത് നമ്മുടെ ഡേറ്റ വന്നെന്ന് വിചാരിക്കുക. നമ്മൾ എന്താ ചെക്ക് ചെയ്യുന്നേ? നമ്മുടെ കൈവശമുള്ള ട്രെയിനിങ് സെറ്റിനകത്ത് നമ്മൾ എടുത്തിരിക്കുന്ന ടപ്പിള് ഏത് ക്ലാസ് ലേബലിലാണോ വന്നിരിക്കുന്നത് അതേ ക്ലാസ് ലേബലിൽ തന്നെയാണോ ഇവിടെ പ്രഡിക്ഷൻ നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുന്നു. ഇനി അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, കറക്റ്റ് ആയിട്ടുള്ള പ്രഡിക്ഷൻ ആണ്. അല്ലെങ്കിലോ എന്ത് ചെയ്യണം? ഈ ഔട്ട്പുട്ട് ലെയറിൽ നിന്നും തിരിച്ച് ഹിഡൻ ലെയറിലോട്ട് പോയിട്ട് ഈ വെയിറ്റുകളെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്യണം. ഔട്ട്പുട്ട് ലെയറിൽ നിന്നും തിരിച്ചു പോയിട്ട് ഹിഡൻ ലെയറിലോട്ട് പോയിട്ട് ആ ഹിഡൻ ലെയറിൽ നിന്നും ഔട്ട്പുട്ട് ലെയറിലോട്ട് വരുന്ന വെയിറ്റുകളെല്ലാം ചേഞ്ച് ചെയ്യണം. ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് അവിടെ ഉണ്ടാകുന്ന എറർ റേറ്റുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ കണ്ടുപിടിക്കുന്നു. അതനുസരിച്ച് നമ്മൾ പുതിയ പ്രഡിക്ഷൻ ആക്കുന്നു, പുതിയ പ്രഡിക്ഷൻ കണ്ടുപിടിക്കുന്നു. ടപ്പിളിന്റെ പുതിയ പ്രഡിക്ഷൻ, അതായത് പുതിയ ക്ലാസ് ലേബിൾ തീരുമാനിക്കുന്നു.
അപ്പൊ ഈ ഔട്ട്പുട്ട് ലെയർ വരെ വന്നിട്ട് തിരിച്ച് ഹിഡൻ ലെയറിലോട്ട് പോകുന്ന ആ ഒരു പ്രോസസ്സാണ് ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബാക്ക്വേർഡ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ അൽഗോരിതത്തിന് ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പേര് വരാനായിട്ട് കാരണം. അതായത് ഒന്നും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് അവിടെ വരാതിരിക്കാനുള്ള ചാൻസ് അല്ലെങ്കിൽ എറർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും തിരിച്ച് ട്രാവേഴ്സ് ചെയ്യുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഈ ഒരു പാരഗ്രാഫിനകത്ത് തന്നിരിക്കുന്നത്. ഇനി ഇവിടെ അൽഗോരിതം ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് പഠിക്കാം. അപ്പൊ ഇത്രയാണ് ബാക്ക് പ്രൊപ്പഗേഷനെ പറ്റിയുള്ള ഇൻട്രൊഡക്ഷൻ പോലെ കൊടുത്തിരിക്കുന്നത്. ഈ കാര്യങ്ങൾ നോട്ട് ചെയ്യുക. ഇനി ഇതാണ് തന്നിരിക്കുന്ന അൽഗോരിതം എന്ന് പറഞ്ഞാല് 21 സ്റ്റെപ്പുള്ള അൽഗോരിതം ആണ് തന്നിരിക്കുന്നത്. ആ 21 സ്റ്റെപ്പുള്ള അൽഗോരിതത്തിന് നമ്മൾ 4 പ്രോസസ്സുകളായിട്ടാണ് ഷോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ 4 പ്രോസസ്സുകൾ എന്താണെന്ന് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ അൽഗോരിതം പഠിക്കുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് വരുന്ന ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ഇനിഷ്യലൈസ് ദ വെയ്റ്റ്സ്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ഇനിഷ്യലൈസ് ദ വെയ്റ്റ്സ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് പ്രൊപ്പഗേറ്റ് ദ ഇൻപുട്ട് ഫോർവേഡ്. രണ്ടാമത്തെ സ്റ്റെപ്പ് പ്രൊപ്പഗേറ്റ് ദ ഇൻപുട്ട് ഫോർവേഡ്. അടുത്തത് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ബാക്ക് പ്രൊപ്പഗേറ്റ് ദ എറർ. മൂന്നാമത്തെ സ്റ്റെപ്പ് ബാക്ക് പ്രൊപ്പഗേറ്റ് ദ എറർ. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ടെർമിനേറ്റിംഗ് കണ്ടീഷൻ. അപ്പൊ ഇങ്ങനെ 4 സ്റ്റെപ്പുകളാണ് നമ്മുടെ അൽഗോരിതത്തിനെ ഷോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ചുരുക്കി തന്നിരിക്കുന്നത്. അപ്പൊ ഇത് ഓരോന്നും എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം നോക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ഇനിഷ്യലൈസ് ദ വെയ്റ്റ്സ്. The weights in the network are initialized to small random numbers. Range തന്നിട്ടുണ്ട്. Each unit has a bias associated with it, as explained later. The biases are similarly initialized to small random numbers. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കൈവശമുള്ള ട്രെയിനിങ് സെറ്റിനകത്ത ഡേറ്റകളെയെല്ലാം നമ്മൾ വെയിറ്റ് അസൈൻ ചെയ്യുന്നു. നമ്മൾ എടുക്കുന്ന ടപ്പിൾ ഏതാണോ ആ ടപ്പിളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ആട്രിബ്യൂട്ടുകൾക്ക് വെയിറ്റ് അസൈൻ ചെയ്യുന്നു. അപ്പൊ ഈ വെയിറ്റ് എന്ന് പറയുന്നതിന്റെ റേഞ്ച് ആണ് തന്നിരിക്കുന്നത് -1.0 തൊട്ട് 1.0 വരെ 1 വരെ, അല്ലെങ്കിലോ -0.5 തൊട്ട് 0.5 വരെ. അപ്പൊ ഇതിനിടയ്ക്കുള്ള ഒരു വാല്യൂ ആണ്, ഒരു റാൻഡം നമ്പർ ആണ് യൂസർ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? വെയിറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആദ്യം നമ്മൾ അസൈൻ ചെയ്യുന്ന വെയിറ്റ് എന്ന് പറഞ്ഞാല് ഒരു റാൻഡം നമ്പർ ആണ്, അത് യൂസറിന്റെ ചോയ്സ് ആണ്. അപ്പൊ ആ ഒരു അസൈൻമെന്റ് കറക്റ്റ് ആവണമെന്നില്ല. അപ്പൊ ആ ഒരു നമ്പർ അസൈൻ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ക്ലാസ് ലെവൽ കണ്ടുപിടിച്ചു കഴിഞ്ഞ് ആ ടപ്പിൾ ആ ക്ലാസ് ലെവലിൽ അല്ലെങ്കിൽ നമ്മൾ ഈ വെയിറ്റ് ചേഞ്ച് ചെയ്തിട്ടാണ് വീണ്ടും ക്ലാസ് ലെവൽ പ്രഡിക്ഷൻ നടത്തുന്നത്. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ചുമ്മാ റാൻഡം ആയിട്ട് ഓരോ ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഡേറ്റയ്ക്കും കറസ്പോണ്ടിങ് ആയിട്ട് വെയിറ്റ് അസൈൻ ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് പ്രൊപ്പഗേറ്റ് ദ ഇൻപുട്സ് ഫോർവേഡ്. ഫസ്റ്റ് ദ ട്രെയിനിങ് ടപ്പിൾ ഈസ് fed to the network's input layer. The inputs pass through the input units unchanged. That is, for an input unit j, its output oj is equal to its input value ij. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻപുട്ട് ലെയറിന് ഇൻപുട്ട് കൊടുക്കുന്നത് ആരാണ്? യൂസർ ആണ് ഇൻപുട്ട് കൊടുക്കുന്നത്. അതായത് ട്രെയിനിങ് സെറ്റിനകത്ത് ടപ്പിൾ ആണ് ഇൻപുട്ട് ലെയറിനകത്ത് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ. ഇനി ആ ഇൻപുട്ട് ലെയറും ആ ഇൻപുട്ട് ലെയറുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ലിങ്കുകളുടെ വെയിറ്റും കൂടെ കൂട്ടിയിട്ടാണ് നമ്മുടെ ഹിഡൻ ലെയർ, രണ്ടാമത്തെ ലെയർ ആയ ഹിഡൻ ലെയറിന് ഇൻപുട്ട് കിട്ടുന്നത്. അതായത് ഇൻപുട്ട് ലെയറിന്റെ ഔട്ട്പുട്ട് ആണ് ഹിഡൻ ലെയറിന് ഇൻപുട്ട് ആയിട്ട് കിട്ടുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ij എന്ന് പറയുന്നത്. ഹിഡൻ ലെയറിന്റെ ഇൻപുട്ട് ആണ് ij എന്ന് പറയുന്നത്. നമ്മുടെ ഇൻപുട്ട് ലെയറിന്റെ ഔട്ട്പുട്ട് ആണ് oj എന്ന് പറയുന്നത്. അപ്പൊ ഇൻപുട്ട് ലെയറിന്റെ ഔട്ട്പുട്ട് ആണ് ആരുമായിട്ട് ഈക്വല്? ഹിഡൻ ലെയറിന്റെ ഇൻപുട്ടുമായിട്ട് ഈക്വല്. ആ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാല് each such unit has a number of inputs to it that are in fact the outputs of the units connected to it in the previous layer. Each connection has a weight. To compute the net input to the unit, each input connected to the unit is multiplied by its corresponding weight, and this is summed. Given a unit j in the hidden or output layer, the net input ij to unit j is. ഇവിടെ എന്താ കാണിച്ചിരിക്കുന്നത്? നമ്മുടെ ഹിഡൻ ലെയർ, നമുക്ക് രണ്ടാമത്തെ ലെയർ എന്ന് പറയുന്നത് ഹിഡൻ ലെയർ ആണ്. ആ ഹിഡൻ ലെയറിനകത്തെ ഓരോ യൂണിറ്റിലേക്കും വരുന്ന യൂണിറ്റുകളുടെ ഇൻപുട്ട് നമുക്കിനി കണ്ടുപിടിക്കണം. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ij ഈക്വൽ ടു സമ്മേഷൻ ഓഫ് i wij ഇൻറ്റു oi പ്ലസ് തീറ്റ j. ഇവിടെ ഓരോ ടേമും എന്താന്നുള്ള കാര്യം തന്നിട്ടുണ്ട്.
where wij is the weight of the connection from unit I in the previous layer to the unit j. OI is the output of unit I from the previous layer, and theta j is the bias of the unit. The bias acts as the threshold in that it serves to vary the activity of the unit. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇൻപുട്ട് ലെയറിന്റെ ഔട്ട്പുട്ട് ആണ് ഹിഡൻ ലെയറിന്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആ ഹിഡൻ ലെയറിന്റെ ഇൻപുട്ട് ആണ് ഈ ഐ ജെ എന്ന് പറയുന്നത്. ഹിഡൻ ലെയറിന്റെ ഇൻപുട്ട് ആണ് ഐ ജെ എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇൻപുട്ട് ലെയറിന്റെ ഔട്ട്പുട്ടും വേണം, പിന്നെ തീറ്റ ജെ എന്ന് പറയുന്ന ബയസും വേണം. ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒ ഐ എന്ന് പറയുന്നത് ഇൻപുട്ട് ലെയറിന്റെ ഔട്ട്പുട്ട് ആണ്. ഇൻപുട്ട് ലെയറിന്റെ ഔട്ട്പുട്ട് ആണ് ഒ ഐ എന്ന് പറയുന്നത്. അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ആ പാത്തിന്റെ വെയിറ്റ് ആണ് ഈ ഡബ്ല്യു ഐ ജെ എന്ന് പറയുന്നത്. അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇൻപുട്ട് ലെയറിന്റെ ഔട്ട്പുട്ട് കിട്ടി. ഇനി ഈ തീറ്റ ജെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബയസ് എന്ന് പറഞ്ഞാല് ഒരു ലെയറിൽ നിന്നും മറ്റൊരു ലെയറിലേക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവിടെ കുറച്ചെങ്കിലും ഡേറ്റ നഷ്ടപ്പെടാനായിട്ട് സാധ്യതയുണ്ട്, ലോസ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ നഷ്ടപ്പെടുന്ന ഡേറ്റയുടെ അളവിനെയാണ് നമ്മൾ ബയസ് എന്ന് പറയുന്നത്. അത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ തീറ്റ എന്ന് പറയുന്ന ലെറ്റർ എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന ലെയർ എന്ന് അല്ലെങ്കിൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ജെ ആയതുകൊണ്ട് ആ ജെ എന്ന് പറയുന്ന യൂണിറ്റിന്റെ ലോസ് ഓഫ് ഡേറ്റയാണ് ഈ ബയസ് ആയിട്ടുള്ള തീറ്റ ജെ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കൂട്ടി കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഹിഡൻ ലെയറിന്റെ ഇൻപുട്ട് കിട്ടും.